ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ കുടുംബക്ഷേത്രമായ ചിറക്കൽ മഹാദേവ ക്ഷേത്രത്തിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കാറിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ചെറിയ മഴച്ചാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. ആണ് അമ്മയുടെ കുട പിടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച കുളം എന്ന് പറയുന്നത് ഇവിടുത്തെ കുളമാണ്. കാണുമ്പോൾ ചെറുത്, ഈ വീഡിയോ കാണുമ്പോൾ ചെറുതെന്നൊക്കെ തോന്നും കേട്ടോ. പക്ഷേ റിയലായിട്ട് കാണുമ്പോൾ നല്ല രസമാണ്, നല്ല വലുതുമാണ്. പിന്നെ അവിടെ ചെറിയ ചാലൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ അകത്തോട്ടൊക്കെ കയറിപ്പോയി എന്നിട്ട് ആ ഗോപുരത്തിൻ്റെ അവിടെ ഇരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ മഴച്ചാട്ടിലുണ്ടായിരുന്നു എന്ന്. പിന്നെ ഇവിടെ തിരുവോണത്തിനിട്ട അത്തപ്പൂവാണ് കേട്ടോ. എന്ത് രസമല്ലേ കാണാൻ. റിയലായിട്ട് കാണുമ്പോൾ ഇതിങ്ങനെയാണ് ഇട്ടതെന്ന് നമുക്ക് തോന്നത്തില്ല കേട്ടോ. ദൈവത്തിൻ്റെ പടമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് നമ്മൾ തിരുവോണത്തിനൊന്നും അല്ലല്ലോ പോയത്. അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയത്. പിന്നെ ഞങ്ങളിരുന്ന സ്ഥലമാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരുന്നത് കേട്ടോ. നല്ല രസമാണ് ഈ അമ്പലവും അതിൻ്റെ ചുറ്റോട്ടൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. പാടമൊക്കെ ഉള്ള അടിപൊളിയാണ്. ഫോട്ടോഷൂട്ടിനൊക്കെ വരാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ഇങ്ങനെയുണ്ട് കണ്ടിട്ട്. എന്തായാലും നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയുക. എന്ത് രസമല്ലേ കാണാൻ. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോ കുറേ എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ ക്ഷേത്രത്തിൽ കയറുന്ന മുമ്പേ എടുത്ത കുറച്ച് വീഡിയോ ആണ്. പിന്നെ ഇതൊക്കെ ഫോട്ടോസാണ് കേട്ടോ ഞങ്ങൾ അവിടെ ഇരുന്ന് എടുത്തത്. ഇതൊക്കെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിട്ട് വന്നിട്ട് എടുത്ത ഫോട്ടോസാണ്. ഇങ്ങനെയുണ്ട്, കൊള്ളാമെങ്കിൽ എന്നാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അച്ഛനും കുറേ ഫോട്ടോസ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുത് പ്രസാദമൊക്കെ വാങ്ങി കേട്ടോ, പായസമൊക്കെ വാങ്ങി. പിന്നെ തിരിച്ച് വീട്ടിലേക്കൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പായിരുന്നു കേട്ടോ. അതിന് മുമ്പേ അമ്മ അനിയനെ ഇവിടെ ഊഞ്ഞാലാട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അവൻ ആടണമെന്ന് പറഞ്ഞു. പിന്നെ അവൻ വിളിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ആടണ്ട, ഞാൻ വരുന്നില്ല. കുറേ വട്ടം വിളിച്ചിട്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, എനിക്ക് വയ്യാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങിയാണ്. തിരിച്ച് ഞങ്ങൾക്ക് 2 കസിൻസിൻ്റെ വീട്ടിൽ പോവാണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെച്ച് നടന്നു പോകണുണ്ടോ നിങ്ങൾ ഫ്രണ്ടിൽ കൂടെ. ഇത് ന്യൂ സുബ്രഹ്മണ്യ ഹോട്ടൽ എന്നാണ് ഇതിൻ്റെ പേര്. പിന്നെ ഞങ്ങളവിടെ കുറച്ച് സംസാരിച്ചിട്ട് ഗ്ലാസ് കൊണ്ടു കേട്ടോ. ഞങ്ങൾ സംസാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു. പിന്നെ ഫുഡൊക്കെ വന്നു കേട്ടോ. ഞാനും അച്ഛനും പൂരിയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. അതിൻ്റെ കൂടെ വടയൊക്കെ ഇട്ടു കേട്ടോ. 2 ചമ്മന്തി ഉണ്ടായിരുന്നു. ഞാൻ പറയണം മതി വീഡിയോ എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അമ്മ അച്ഛനെയും കൂടെ ആഡ് ചെയ്തു. പിന്നെ അമ്മയ്ക്ക് ദോശയും ദേവനും എന്നുവെച്ചാൽ എൻ്റെ അനിയന് അമ്മയ്ക്ക് മസാല ദോശ ആയിരുന്നുണ്ട്. എന്തായാലും ഫുഡൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. കുഴപ്പമില്ലാതെ നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അമ്മൂമ്മ നല്ല കഴിച്ചിട്ടൊക്കെ ഇരിപ്പുണ്ട്, സെറ്റായിരിപ്പുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞേ എൻ്റെ ഒരു കസിൻ്റെ വീട് എത്തിയിട്ടുണ്ട് കേട്ടോ. കസിനെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. എൻ്റെ അച്ഛമ്മയുടെ അനിയൻ്റെ വീടാണ്. പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്നു. എൻ്റെ അമ്മയും അവരൊക്കെ ഭയങ്കര സംസാരത്തിലായിരുന്നു കേട്ടോ. ഞങ്ങൾ മാസത്തിൽ ഒരു വട്ടമെങ്കിലും ഇവിടെ വരാറുണ്ട് കേട്ടോ. പിന്നെ അവിടുത്തെ അപ്പൂപ്പൻ എനിക്ക് 500 രൂപയൊക്കെ എടുത്ത് തന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരത്തെ കാണിച്ച കസിൻ്റെ വീട് ചിറയങ്കില കേട്ടോ. ഇനി ഞങ്ങൾ അവിടെ നിന്ന് നേരെ ശാർക്കര ദേവി ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഈ അമ്പലം അല്ലെങ്കിൽ ഈ ഒരു ടെമ്പിൾ നല്ല പ്രശസ്തമായ ടെമ്പിളാണ്. പിന്നെ ഞങ്ങൾ സെറ്റായിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ അകത്തൊക്കെ കയറി തൊഴാനായിട്ട് ഞങ്ങളൊട്ട് വരാൻ നേരത്ത് ഒരു ആക്സിഡൻ്റൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എൻ്റെയും എന്നുവെച്ചാൽ എൻ്റെ അച്ഛൻ്റെയും പിന്നെ വേറൊരു ബസ്സിൻ്റെയും ഇടയ്ക്ക് ഒരു ബൈക്കായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ആ ബൈക്ക് ആ ബസ്സിൻ്റെ അകത്തോട്ട് വരെ ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ബാക്കിലോട്ട് വണ്ടി എടുത്തു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എന്നെ കൊണ്ടുവച്ച് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ മാറിക്കൊടുത്തു. പക്ഷേ അവർക്കൊന്നും സംഭവിച്ചില്ല. ബൈക്കിന് എന്തൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ആ ബസ്സിനും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് നേരെ എൻ്റെ രണ്ടാമത്തെ എൻ്റെ കസിൻ്റെ വീട്ടിൽ പോയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരാൻ. കാരണം നല്ല രസമാണ്. പിന്നെ അവിടെ നിന്ന് ഞാൻ ഓടുകയാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് വെറുതെ ഇങ്ങനെ ഓടിയതാണ് കേട്ടോ, അല്ലാതെ വേറൊരു കാരണവശാലും അല്ല. പിന്നെ എൻ്റെ അനിയൻ ഓടുന്നുണ്ട് കേട്ടോ. ഞാൻ ഓടുന്നതിൻ്റെ കൂടെ എൻ്റെ കൂടെ ഓടിയതാണ്. ഞാൻ അവിടെ നിന്നപ്പോഴത്തേക്കും ഫ്രണ്ടിലേക്കായി. പിന്നെ അവിടുത്തെ ഒരു മതിലൊക്കെ പൊടിഞ്ഞ് കിടത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് നിൽക്കാതെ നേരെ കാണാൻ പറ്റില്ല. അവിടെ നിങ്ങൾ സംസാരിച്ചിട്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ട് അച്ഛൻ മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ എരിവ് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, ബൈ.